നമ്മളൊരു 18 വർഷം ആയി. അതുവരെ ഒരു സർവീസ് സെക്ടർ, അതിൽ പ്രോപ്പറായിട്ട് സ്റ്റുഡൻസിന് വേണ്ട സർവീസ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പം നമ്മളുടെ ഓഫീസിൽ വരുന്ന ഏത് റേഞ്ച് ഓഫ് ബഡ്ജറ്റുകാർക്കും പറ്റിയ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് സീറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഫണ്ട് ഇഷ്യൂസ് ആയിട്ട് ആരും ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ പോവാറില്ല, റെയർ ആയിട്ടേ വരാറുള്ളൂ. ഞാൻ എപ്പോഴും എൻട്രി ക്രൈറ്റീരിയ സിമ്പിൾ ആയിട്ടുള്ളതും അഫോർഡബിൾ ആയിട്ടുള്ളതുമാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, അതിലേക്ക് നമ്മളെല്ലാവർക്കും അഡ്മിഷൻ എടുക്കാൻ നോക്കുക. അങ്ങനത്തെ ഒരു വിഷനാണ് എൻ്റെ മനസ്സിലുള്ളത്. Hi everyone, welcome back to another episode of Study Abroad Unfiltered with Kirtana. So last episode we had a very special guest who discussed her own challenges in building a study abroad visionary company, and right now we have her again on our brand new episode discussing the leadership challenges or the more insights towards her beautiful journey of building a company that's now 18 years in running and is establishing a legacy on her own. ഇതിനെല്ലാത്തിനുപരി ഒരു വീട്ടമ്മയിൽ നിന്ന് 5000-ൽ പരം സ്റ്റുഡൻസിൻ്റെ ഗ്ലോബൽ സ്റ്റഡി അബ്രോഡ് ഡ്രീംസ് ഫുൾഫിൽ ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തിയെ പറ്റി കൂടുതൽ അറിയാം നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ. സോ വെൽക്കം ബാക്ക് മിസ്സസ് സ്മിത ഷാജി ടു സ്റ്റഡി അബ്രോഡ് അൺഫിൽറ്റേർഡ്. താങ്ക് യു കീർത്തന. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വീട്ടമ്മയുടെ കരിയർ പ്ലാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ച ഒരു വെഞ്ചറിനേക്കാളും ഇത്രയും ആയിരക്കണക്കിന് സ്റ്റുഡൻസിൻ്റെ സ്റ്റഡി അബ്രോഡ് ഡ്രീംസ് ഫുൾഫിൽ ചെയ്ത ഒരു സ്റ്റേജ് ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരു പ്രോപ്പർ സ്കെയിലപ്പ് അല്ലെങ്കിൽ ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു വെഞ്ചർ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ളൊരു ഡിസിഷൻ എപ്പോഴാണ് എടുത്തത്? എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഒരു കാരണങ്ങൾ? ആക്ച്വലി നമ്മളൊരു 18 വർഷം ആയി. അതുവരെ ഒരു സർവീസ് സെക്ടർ, അതിൽ പ്രോപ്പറായിട്ട് സ്റ്റുഡൻസിന് വേണ്ട സർവീസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഒരുപാട് മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. റെഫറൻസ് വഴി വരുന്ന സ്റ്റുഡൻസ് മാത്രം മുന്നോട്ട് പോകാമെന്നൊരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മളൊരു 2018 ഒക്കെ ആയപ്പോഴാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു BNI എന്ന് പറഞ്ഞൊരു ബിസിനസ് നെറ്റ്വർക്ക് ഓർഗനൈസേഷൻ നമ്മൾ ജോയിൻ ആവുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ഒരുപാട് ബിസിനസ്സുകാർ നമ്മൾ കാണുന്നതും അവരുടെ മാർക്കറ്റിങ്ങും അവർ ബിസിനസ് ഉയർത്താൻ വേണ്ടി ചെയ്യുന്ന, ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യുന്ന മാർക്കറ്റിംഗ് കാര്യങ്ങളും നമ്മൾ നേരിട്ട് കണ്ടറിയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു റെഫറൽ ബിസിനസ് മാത്രമായി ഒരു കംഫർട്ട് സോണിൽ പോയാൽ പോരാ, ഒരു എക്സ്പാൻഷൻ വേണം എന്നുള്ള ഒരു തീരുമാനം 2018 വന്നത്. ഇത് ആഫ്റ്റർ 10 years. ആ 10 years ഒരു കണ്ടിന്യൂസ് ലേണിംഗ് പീരീഡ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് BNIയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും എക്സ്പാൻഡ് ചെയ്തേ പറ്റുന്നൊരു ഉറച്ച തീരുമാനം പെട്ടെന്ന് തന്നെ എടുത്തു. ആ തീരുമാനം എടുത്തു. BNIയിൽ തന്നെയുള്ള മെമ്പേഴ്സിനെ കൊണ്ട് തന്നെ ഓഫീസ് എക്സ്പാൻഷനും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ബ്രാഞ്ചസ് തുടങ്ങി. പിന്നീടാണ് ബ്രാഞ്ചസ് തുടങ്ങിയതും ഒക്കെ വന്നത്. ഒരു ബിസിനസ് ലെവലിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ 10 years ആണ്. അതുവരെ ഒരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ എങ്ങനെ കൊണ്ടുപോകാൻ നോക്കുന്ന സ്റ്റേജാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ കാലിക്കറ്റും അതുപോലെ എറണാകുളത്ത് സെക്കൻഡ് ഓഫീസൊക്കെ എടുത്തതിന് ശേഷം അത് എങ്ങനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം, അതിൻ്റെ ഒരു ലേണിംഗ് സ്റ്റേജാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സോ ഈ ഒരു എക്സ്പാൻഷൻ ഫേസിൽ അസൈനോ ഓഫീസുകളുടെ എണ്ണം കൂടുന്നു, അതുപോലെ മൊത്തത്തിൽ ടീം സ്ട്രെങ്ത് ഓൾമോസ്റ്റ് ഡബിൾ ട്രിപ്പിൾ വരെയായി എത്തി നിൽക്കുന്നു ഈ ഒരു സ്റ്റേജിൽ. എന്തൊക്കെയാണ് ഒരു ടഫ് ഡിസിഷൻസ് അല്ലെങ്കിൽ ചാലഞ്ചസ് നേരിട്ടത് ഈ ഒരു സ്കെയിലിംഗ് അപ്പ് ഫേസിൽ? ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കാൽക്കുലേറ്റഡ് ആയിരുന്നു, നമുക്കതൊരു ഇഷ്യൂ ആയിരുന്നില്ല. കാലിക്കറ്റ് ഇപ്പോൾ നമ്മൾ വേൾഡ് ട്രേഡ് സെന്ററിൽ വരെ സ്പേസ് എടുത്ത് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമുക്കൊരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയത് ടീം ബിൽഡിംഗ് ആണ്. അതിൽ നമുക്ക് ഇപ്പോൾ നന്നായി പെർഫോം ചെയ്യുന്ന വിചാരിച്ച് നമ്മൾ ഹയർ ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ പെർഫോമൻസ് വിചാരിച്ച മാർക്കിലെത്താണ്ട് വരിക. അതുപോലെ ലോങ് ടൈം നമ്മളുടെ കൂടെ നിന്നിട്ടുള്ള ഇവർക്ക് പല സാഹചര്യത്താൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ട് വരിക. അതല്ലാതെ റവന്യൂ വൈസോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വൈസോ യാതൊരു ഡിഫിക്കൽട്ടീസും തോന്നിയിട്ടില്ല. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചും കൂടെ എങ്ങനെ നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളുടെ ഒരു സ്റ്റേജ് നിൽക്കുന്നത്. സോ ഈ ഒരു ചാലഞ്ച് നേരിട്ടപ്പോൾ ടീം ബിൽഡിംഗ് ആ ഒരു ഫേസിൽ എങ്ങനെയാണ്
ആ ഒരു പ്രഷറും ഹാൻഡിൽ ചെയ്തത് ആസ് എ ലീഡർ? ആക്ച്വലി നമുക്ക് നമ്മളുടെ കൂടെ നല്ല കമ്മിറ്റ്മെൻ്റ് ഉള്ള, നമുക്ക് 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേര് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുവരെ എത്താൻ പറ്റിയത്. ഇപ്പോൾ ഞാൻ ഒരു CEO എന്നുള്ള ലെവലിൽ 18 ഇയേഴ്സ് എൻ്റെ ഹാർഡ് വർക്ക് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മളുടെ ടീം, അതായത് നല്ല കമ്മിറ്റ്മെൻ്റ് ഉള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ടീം, അതുപോലെ നമ്മളുടെ കൺസൾട്ടൻസീനെ 100% ട്രസ്റ്റ് ചെയ്ത് വരുന്ന സ്റ്റുഡൻസ്, പാരൻസ്, ഈ 2 പേരും കൂടിയാണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചത്. ഇപ്പം എന്തൊക്കെ സ്ട്രെസ്സ്, ചലഞ്ചസ്, കാര്യങ്ങൾ ഉണ്ടായാലും അവരുടെ സപ്പോർട്ടോടു കൂടി നമ്മളതൊക്കെ ഓവർകം ചെയ്ത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യണത്. യെസ്. സോ ഈ ഒരു ഇൻഡസ്ട്രി, സ്റ്റഡിയിങ് എബ്രോഡ് എന്ന് പറയുന്നത് തന്നെ വളരെ വൊളറ്റൈൽ ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ബീങ് എ സെൻസിറ്റീവ് ഫോം ഓഫ് സർവീസ്. സോ ഒരുപാട് മിസ്ലീഡിങ് ആയിട്ടുള്ള ഇൻഫർമേഷനും റിഗാർഡിങ് സ്റ്റഡിയിങ് എബ്രോഡൊക്കെ ഓരോ ദിവസവും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുന്നത് ആസ് സച്ച്? ഒരുപാട് പുതിയ ആൾക്കാർ ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മളുടെ കോർ വാല്യൂവിൽ ഫോക്കസ് ചെയ്ത് പോയാൽ നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മെയിനായിട്ട് ഇൻറ്റഗ്രിറ്റി, അതുപോലെ കമ്മിറ്റ്മെൻറ്റ്, അതുപോലെ പ്രീമിയം ക്വാളിറ്റി സർവീസ്, ഇതൊക്കെ മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ ആരൊക്കെ എന്തൊക്കെ വന്നാലും, റൂൾസ് മാറിയാലും, ചലഞ്ചസ് വന്നാലും ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. അത് ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ എന്തൊക്കെ റൂൾ ചേഞ്ചസ് ഒക്കെ വന്നാലും, ഏതൊക്കെ കൺട്രി വന്നു പോയി എന്നുള്ളതൊന്നും നമുക്ക് ബാധിച്ചിട്ടില്ല. നമ്മൾ എപ്പോഴും നെക്സ്റ്റ് കൺട്രി പ്ലാൻ ചെയ്ത് അതൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ ഉണ്ടായത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കോർ വാല്യൂ ഫോക്കസ് ചെയ്ത് പോകണം എന്നാണ് ഞാൻ പറയാനുള്ളത്. ഓക്കെ. സോ ഒരു സ്റ്റുഡൻറ്റ് വരുമ്പോൾ, സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഒരുപാട് ഇൻഫർമേഷൻ അറിഞ്ഞിട്ടാണ് ഓൾറെഡി ഓരോ ഓപ്ഷൻസ് ചോദിച്ചു വരുന്നത്. പക്ഷെ സ്റ്റിൽ ഇപ്പോഴും പാരൻസിന് അത്ര ഇൻഫർമേഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത് ഇൻ ജനറൽ? അവരോട് നമുക്ക് കൂടുതൽ കോഴ്സിനെ പറ്റിയൊക്കെ സ്റ്റുഡൻ്റായിട്ട് സംസാരിക്കും. നമ്മളുടെ സർവീസിനെ പറ്റിയും നമ്മളുടെ എക്സ്പെൻസിനെ പറ്റിയും, മൊത്തത്തിലുള്ള എക്സ്പെൻസിനെ പറ്റിയുമാണ് കൂടുതലായിട്ട് പാരൻസായിട്ട് സംസാരിക്കാറ്. അപ്പോൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് പാരൻസ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ച് കൺവിൻസ് ചെയ്ത് അവരുടെ ബഡ്ജറ്റിന് ഓക്കെ ആയാൽ പിന്നെ സ്റ്റുഡൻസിന് ഇഷ്ടപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡിസിഷനാവും. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ഫാക്ടർ സംടൈംസ് ഓർ മോർ ഓഫൺ പാരൻസ് ഡേയിലായതുകൊണ്ട് ഈ ഒരു അപ്രൂവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതാ ഞാൻ കുറച്ചും കൂടെ ചോദിച്ചത്. ഇൻ ടേംസ് ഓഫ് ബഡ്ജറ്റ്, കോഴ്സ് പ്രിഫറൻസ് മോസ്റ്റ്ലി സ്റ്റുഡൻസിനായിരിക്കും. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൻ്റെ കേസ് നമ്മൾ എത്രത്തോളം ഒരു പാരൻറ്റ് അവെയർ ആയിരിക്കണം, ലൈക്ക് അതിന് നമ്മൾ എന്താണ് ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുക്കുന്നത്? ഇതിപ്പോൾ നമ്മളുടെ ഒരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളുടെ ഓഫീസിൽ വരുന്ന ഏത് റേഞ്ച് ഓഫ് ബഡ്ജറ്റുകാർക്കും പറ്റിയ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് സീറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഫണ്ട് ഇഷ്യൂസ് ആയിട്ട് ആരും ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ പോവാറില്ല. റെയർ ആയിട്ടേ വരാറുള്ളൂ. പാരൻസിനൊക്കെ ഈസി ആയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ പല മിസ്ലീഡിങ് ഇൻഫർമേഷനും സ്റ്റഡിയിങ് എബ്രോഡിൽ വരാറുണ്ട്. അപ്പോൾ നമ്മളുടെ പല സ്റ്റുഡൻസും മറ്റ് പല കൺസൾട്ടൻസീസിലും പോയി ഒരുപാട് ക്യാഷ് കളഞ്ഞിട്ടാണ് ഫൈനലി നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഇൻസ്റ്റൻസസ് ഷെയർ ചെയ്യാനുണ്ടോ? അങ്ങനെ ഒരുപാടുണ്ട്. അത് ഒരുപാട് ടൈം കളഞ്ഞിട്ട്, അവരുടെ ഏറ്റവും നല്ല ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാര്യമാണല്ലോ ടൈം. ഫണ്ട് നഷ്ടപ്പെട്ടത് പിന്നെയും തിരിച്ചു പിടിക്കാം, ഇവർക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാം. പക്ഷെ ടൈം ചിലപ്പോൾ 1-2 വർഷമൊക്കെ നഷ്ടപ്പെട്ടിട്ട് വരുന്ന സ്റ്റുഡൻസ് നമ്മളുടെ അടുത്തുണ്ട്. പക്ഷെ നമ്മൾ അവർക്ക് എത്രയും പെട്ടെന്ന് നല്ല ഓപ്ഷൻസ് കൊടുത്ത് അവരെ അഡ്മിഷൻ എടുത്ത് സെറ്റിലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അവർക്ക് തുടക്കത്തിൽ ഭയങ്കര ഡൗട്ടായിരിക്കും. അവർക്കും ഇവിടെയും ഇങ്ങനെ ഒരു ചീറ്റിംഗ് പറ്റുമോ, അല്ലെങ്കിൽ ഇവിടെയും എന്തെങ്കിലും ഡിലേ ആവുമോ, അങ്ങനെ ഇരട്ടി ഡിഫിക്കൽട്ടീസ് ആയിരിക്കും നമുക്കൊരു നോർമൽ സ്റ്റുഡൻറ്റിനെ കൗൺസിൽ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റുഡൻസിനെ കൗൺസിൽ ചെയ്യാനായിട്ട്. പക്ഷെ എന്നാലും നമുക്ക് അവർക്ക് കൂടുതൽ പ്രൂഫും എവിഡൻസും എക്സാമ്പിൾസും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ നമ്മൾ കൺവിൻസ് ചെയ്ത് അവർക്ക് എത്രയും പെട്ടെന്ന് നല്ല സർവീസ് ചെയ്ത് സെറ്റിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് സൊല്യൂഷൻ ഉള്ളത്. നൗ ഈ നമ്മൾ മുന്നേ സംസാരിച്ചപ്പോൾ
ഒരുപാട് ഇപ്പോൾ കുറേ കൺട്രീസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ആഡ് ചെയ്യാൻ തന്നെ കാരണം ഓരോ കൺട്രിയുടെ റൂൾസ് ടഫ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ വി ഹാവ് ടു ഗിവ് സ്റ്റുഡൻസ് അതർ ഓപ്ഷൻസ് എസ് വെൽ അല്ലേ. സോ ഒരുവിധം ഏജൻസീസ് ഒക്കെ 1-2 കൺട്രീസ് പ്രൈമറി ഫോക്കസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി മേ ബി അവരുടെ കമ്മീഷൻസ് അതിൽ കൂടുതലായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻസി അതിലായിരിക്കാം ഇൻ ജനറൽ. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു 16-ൽ പരം കൺട്രീസ് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് മാം അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്? അപ്പം അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാനായിട്ടുള്ളൊരു മേജർ മോട്ടിവേഷൻ എന്തായിരുന്നു? ആക്ച്വലി 1-2 കൺട്രീസ് മാത്രം അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഭയങ്കര ഈസിയാണ്, വളരെ ഈസിയാണെന്ന് ഞാൻ പറയാനുള്ളൂ. കാരണം റൂൾസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് പോകാൻ 1-2 കൺട്രി മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഡിഫറെൻറ്റ് കൺട്രീസ്, മൾട്ടിപ്പിൾ കൺട്രീസ്, 10+ കൺട്രീസ് വരുമ്പോൾ നമുക്ക് ഒരുപാട് എഫേർട്ട് ഉണ്ടായില്ല. എല്ലാ കൺട്രീസിൻ്റെയും റൂൾസ് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ട് പോകണം. പക്ഷെ ഞാൻ എപ്പോഴും എൻട്രി ക്രൈറ്റീരിയ സിമ്പിൾ ആയിട്ടുള്ളതും അഫോർഡബിൾ ആയിട്ടുള്ളതുമാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, അതിലേക്ക് നമ്മളെല്ലാവർക്കും അഡ്മിഷൻ എടുക്കാൻ നോക്കുക. അങ്ങനത്തെ ഒരു വിഷനാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇത് ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി. എൻട്രി ക്രൈറ്റീരിയ സിമ്പിൾ ആയിരിക്കണം, എന്നാൽ അത് അഫോർഡബിൾ ആയിരിക്കണം, നല്ലൊരു ക്വാളിറ്റി ഓപ്ഷൻ കൂടി ആയിരിക്കണം അല്ലേ. അല്ലെങ്കിൽ ഫോക്കസ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇതിന്റെ പിന്നിൽ എഫേർട്ട് ഇട്ടു, ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. എൻഡ് ഓഫ് ദി ഡേ റിജക്ഷൻ ആണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തത് വെറുതെ ആയിപ്പോ, ടൈമും ഫണ്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാറില്ല. നമ്മൾ എപ്പോഴും ഒരു 100% ഗ്യാരണ്ടീഡ് ഓപ്ഷൻസ്, വിസയുടെ കേസിലാണെങ്കിലും 100% ഗ്യാരണ്ടീഡ് ഓപ്ഷൻസ് ആണ് നമ്മൾ കൂടുതൽ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടൈമും ഫണ്ടും എല്ലാം എഫക്റ്റീവായിട്ട് നമുക്ക് വരും, റിസൾട്ട് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിരിക്കും. അതിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യണത്. അപ്പോൾ അതൊരു ടൈമിൽ, ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിപ്പോൾ ഓസ്ട്രേലിയ തുടങ്ങിയ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ജർമ്മനി ഓസ്ട്രിയ എത്തി നിൽക്കുന്ന പോലെ, അപ്പോൾ അന്ന് അത് ഈസി ആയതുകൊണ്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ കാനഡ PR-ഉം, ഇപ്പോൾ UK ഇപ്പോൾ 2 years സ്റ്റേ ബാക്കും, അതിൻ്റെ നല്ല സ്പൗസ് വിസ, ഫാമിലി വിസ, അങ്ങനത്തെ ഇതൊക്കെ വന്നപ്പോൾ നമ്മൾ അത് ഫോക്കസ് ചെയ്തു. അതുപോലെ എൻട്രി ക്രൈറ്റീരിയ ഈസി ആവും തോറും നമുക്ക് അങ്ങനത്തെ കൺട്രീസ് മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വേറെ ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ സ്റ്റുഡൻസിനെ വിസയാക്കാനും അവർ നമുക്ക് തന്നേക്കുന്ന ട്രസ്റ്റ് 100% തിരിച്ചു കൊടുക്കാനും നമുക്ക് പറ്റും. ആ ഒരു ഫാക്ടർ കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും അറ്റ് ദി എൻഡ് അത് വിസയാകും എന്നുള്ളൊരു അഷ്വറൻസ് നമുക്കുണ്ട്. ദാൻ ജസ്റ്റ് റൂൾ ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ടഫ് റൂളിൻ്റെ പിന്നാലെ പോയി സമയവും ക്യാഷും നഷ്ടപ്പെടാതെ അല്ലേ. ഇപ്പോൾ ഒരു 18 വർഷമായി എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. എന്നാലും ഈ ഒരു 18 yearsൽ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവും ആ ഒരു മിഷനും വിഷനും എല്ലാം ഇങ്ങനെ എന്താ പറയുക കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് അതിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന് കൂടി ഒന്ന് ഷെയർ ചെയ്യുമോ? ശരിക്കും ഇത്രയും വർഷം എത്താൻ ഹെൽപ്പ് ചെയ്തത് 100% ഫാമിലിയുടെ സപ്പോർട്ട്. കാരണം പാരൻസിൻ്റെ സപ്പോർട്ട് എല്ലാ കാലത്തും എല്ലാം അവർ ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റബിൾ ആയിരുന്നു. നമുക്ക് എന്ത് കാര്യം ചെയ്യാനും ഫിനാൻസ് വൈസ് ആണെങ്കിലും മെൻ്റൽ സപ്പോർട്ടാണെങ്കിലും എല്ലാ രീതിയിലും പാരൻസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വന്തം ഫാമിലി, ഇപ്പോൾ കുട്ടികളാണെങ്കിലും അവരുടെ കാര്യങ്ങൾക്കൊന്നും കറക്റ്റ് ടൈമിൽ നമ്മൾ ഉണ്ടാവണം എന്നില്ല, പക്ഷെ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫാമിലിയുടെ സപ്പോർട്ട് അത് വലിയൊരു കാര്യം. പിന്നെ നമ്മളുടെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു, അത് 100% കമ്മിറ്റ്മെൻ്റ് ഉള്ള കുറച്ച് പേര് നമ്മുടെ ടീമിലുള്ളത്. അപ്പോൾ അത് എനിക്ക് വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കാരണം എന്നേക്കാളും കമ്മിറ്റ്മെൻ്റ് ഉള്ള നമ്മുടെ ടീം. അപ്പോൾ എന്നേക്കാളെന്ന് പറയാൻ കാരണം ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ കണ്ടുപിടിച്ച് തന്ന് നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി സജഷൻസ് തരുന്ന ടീം. പിന്നെ അതുകൂടാതെ നമുക്ക് പറയാനുള്ളത്, നമ്മളെ വിശ്വസിച്ച്, നമ്മളെ 100% വിശ്വസിച്ച് വരുന്ന നമ്മുടെ സ്റ്റുഡൻസും അവരുടെ ഫാമിലീസും. അങ്ങനെ ചുറ്റും നമുക്ക് അത്രയും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളത് കൊണ്ട് നമുക്ക് ഇതുവരെയൊക്കെ എത്താൻ പറ്റി. സോ അഗൈൻ ഒരു വേറൊരു പെർസ്പെക്റ്റീവും ചോദിക്കുകയാണ് കേട്ടോ. അത് ഞാൻ ഹാബിറ്റ്സ് ചോദിച്ചതിൻ്റെ അലോങ് ദ സെയിം ലൈൻസ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് ഓഫ് എ CEO എന്താണ് എന്നൊന്ന് പറയാമോ? അങ്ങനെ ചോദിച്ചാൽ എല്ലാ ദിവസവും തൃശ്ശൂരായതുകൊണ്ട് തൃശ്ശൂരത്തെ മെയിനായിട്ടുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിൽ പോകുക എന്നുള്ളതാണ് ഫസ്റ്റ് ഡെയിലി റുട്ടീനിൽ വരുന്നത്. പിന്നെ ഓഫീസിൽ ഒരുവിധം എല്ലാ ദിവസവും തൃശ്ശൂരുള്ളപ്പോൾ പോകാൻ ശ്രമിക്കാറുണ്ട്. എന്തായാലും തൃശ്ശൂർ ഉണ്ടെങ്കിൽ ഓഫീസിൽ പോകാന്നുള്ളത് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്.
ഫുൾ ടൈം ഇരിക്കാനും അവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും നോക്കാനും എല്ലാം ശ്രമിക്കാറുണ്ട്. പിന്നെ വീട്ടിൽ വന്നാലും ഉറങ്ങുന്നത് വരെ ഓഫീസ് കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മളുടെ മെയിൻ ഫോക്കസ്. ഇപ്പോൾ കുറച്ച് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് മടിയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പണ്ടങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഓഫീസ് കാര്യങ്ങൾ ഇപ്പോൾ CEO എന്നുള്ള ലെവലിൽ ഓഫീസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ടയേർഡ്നെസ് ഇല്ല. അത് എന്താണെന്നറിയില്ല, ആ കാര്യത്തിൽ മാത്രം എനിക്ക് ടയേർഡ്നെസ് ഇല്ല. ഇപ്പോൾ 8 മണിക്കൂർ ജോലി എന്നുള്ളത് 18 മണിക്കൂർ ആയാലും അതെനിക്ക് ഒരു ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ആ ഒരു പലരും പറയുന്ന ഒരു ടേമാണ് ബേൺ ഔട്ട് ഫീൽസ് വരാറുണ്ടോ? ആക്ച്വലി ഇപ്പോൾ ഒരു പാഷൻ ആയി മാറി എന്നുള്ളതാണ്. അപ്പോൾ തുടങ്ങുമ്പോൾ നമ്മളൊരു കരിയർ എന്നുള്ള നിലയ്ക്ക് തുടങ്ങിയെങ്കിലും പിന്നീട് ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പാഷനായിട്ട് മാറി എന്നുള്ളതാണ്. നമ്മുടെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അതൊരു സമയം പോകുന്നില്ലല്ലോ. സമയം ഇത്രയും എടുക്കും അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് സമയം നോക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ ആയി മാറിയതിന് ശേഷം ഞാൻ ടയർഡ്നെസ് അറിഞ്ഞിട്ടില്ല. അത് ഏതൊരു സ്റ്റേജിലാണ് അങ്ങനെ ഒരു ബിസിനസ് ഒരു പാഷനായിട്ട് മാറിയത്? ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 10 years കഴിഞ്ഞപ്പോഴാണ് ഒരു ജോലി എന്നുള്ള ലെവലിൽ നിന്ന് മാറി അതൊരു പാഷനായി മാറി, ഒരു ബിസിനസ്സായി മാറി, ഒരു എക്സ്പാൻഷൻ നെക്സ്റ്റ് ലെവൽ ഒരു സ്റ്റേജിലെത്തി നിൽക്കുന്നത്. ഓക്കെ, സോ day 1 when you started your own company to until now, ഈ ഒരു അന്നും ഇന്നും എന്നും സ്പാൻ ഇന്റർനാഷണൽ കീപ്പ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് വാല്യൂസ് എന്തൊക്കെയായിരിക്കും? മെയിനായിട്ട് ഞാൻ എപ്പോഴും നമ്മളുടെ ടീമിനോട് പറയാനുള്ളത്, നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സംസാരിക്കുക, സിൻസിയറായിട്ട് സംസാരിക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പവർ വരും, ഒരു കോൺഫിഡൻസ് വരും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ മുന്നോട്ട് ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റും അവരെ. നമ്മൾ പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഇടയ്ക്ക് സ്റ്റക്ക് വരിക, ടെൻഷൻ കയറുക. ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്യണം മെയിനായിട്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഒരു നമ്മളുടെ ഫയല് പോലെ, സ്റ്റുഡൻറ്റിൻ്റെ ഫയൽ നമ്മളുടെ ഫയൽ, നമ്മുടെ ഒരു അപ്ലിക്കേഷൻ അതുപോലെ നമ്മൾ വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കമ്മിറ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക് വരും. അങ്ങനെ നമ്മളൊരു പ്രീമിയം ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ മുമ്പും ഇപ്പോഴും നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് എൻ്റെ കൈ കൂടെ ഫയൽ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എല്ലാ സ്റ്റുഡൻസിനും അറ്റൻഷൻ കൊടുക്കാൻ എനിക്ക് പറ്റിയിരുന്നു, എല്ലാവരോടും സംസാരിക്കാൻ പറ്റിയിരുന്നു. ഇപ്പോൾ ഒരു ലാസ്റ്റ് 2-3 years ആയിട്ട് എനിക്ക് അങ്ങനെ ടൈം കിട്ടാറില്ല. നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുന്തോറും നമുക്ക് അങ്ങനെ എല്ലാവരിലേക്ക് എത്താൻ പറ്റാറില്ല. എന്നാലും മാക്സിമം ശ്രമിക്കാറുണ്ട്. ഓഫീസിൽ അതിനിപ്പോൾ ടീമുമായി ഒരു വേറെ പല സ്മിത മാംസിനെ മാം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ടീം ഉണ്ടെങ്കിലും ഞാൻ ഉണ്ടെങ്കിൽ മാക്സിമം കാണാനൊക്കെ ശ്രമിക്കാറുണ്ട്. അല്ലാതെ അന്നും ഇന്നും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഓഫീസിൽ ഫുൾ ഫോക്കസ്ഡ് ആണ്. പക്ഷെ എല്ലാ ഫയൽസും ഇത് പറഞ്ഞ പോലെ സ്റ്റുഡൻസിനെ കാണാൻ പറ്റാറില്ല എന്ന് മാത്രം. എന്നാലും കംപ്ലീറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങൾ എല്ലാം ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്യാറുണ്ട്. സോ ഒരു ഹോം മേക്കറിൽ നിന്ന് ഇങ്ങനെ ഒരു CEO ആകുമ്പോൾ ഒരുപാട് സെറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആണ് വരുന്നത്. അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു മാനേജ് തിങ്സ് അറ്റ് ഹോം. അപ്പോൾ ഈ ഒരു 2 സെറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് അറ്റ് ദ സെയിം ടൈം മാനേജ് ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു സക്സസ്സിലേക്ക് എത്തിയത്? എന്താണ്, വാട്ട് ഈസ് യുവർ സീക്രട്ട് ബിഹൈൻഡ് ഓൾ യുവർ സക്സസ്? ഇപ്പോൾ ഇന്ന് കാണുന്ന സക്സസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ തുടങ്ങിയത്. നമ്മളൊരു ജോലിയായിട്ടാണ് തുടങ്ങിയത്. കരിയർ സെറ്റാക്കാൻ തുടങ്ങിയ ഒരു സംരംഭം നമ്മളൊരു ആഫ്റ്റർ 10 years ഒരു പാഷനായി മാറി. ആ പാഷനായി മാറിയപ്പോൾ അതിൻ്റെ ഹാർഡ് വർക്ക്, അതിലൂടെയുള്ള ഹാർഡ് വർക്കിൽ നമുക്ക് യാതൊരു ടയേർഡ്നെസ്സും ഇല്ല. ചില ദിവസങ്ങളിൽ 8 hours ജോലി എന്നുള്ളത് 18 hours വരെ പോകുമ്പോഴും നമുക്ക് യാതൊരു ടയേർഡ്നെസ്സും ഇല്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൽ ഫാമിലി കുറേ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ലെവലിൽ നോക്കുമ്പോൾ എനിക്ക് ഒരു ഫ്രണ്ട്സിനെയും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ലൈഫിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സ് വേണം, റിലേറ്റീവ്സ് വേണം, അങ്ങനെ ഫാമിലി വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പക്ഷേ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറേ എൻ്റർടൈൻമെൻറ്റ് വാല്യൂസൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മളിതിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ കാരണത്താലാണ് ഇത്രയും സക്സസ്സിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയത്. എനിക്കറിയില്ല, എല്ലാം എൻ്റർടൈൻ ചെയ്ത് എല്ലാ എൻ്റർടൈൻമെൻറ്റിലും കൂടി നിന്നിട്ട് ഇപ്പം ഇത്രയും എത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഫുൾ ഫോക്കസ് നമ്മളുടെ ഓഫീസ് മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെ ആണ് ഞാനിത് അച്ചീവ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പാഷൻ ഫുള്ളി ഫോക്കസ്ഡായി പാഷനേറ്റായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ.
passion, hard work, focus, consistency. Now, the most important part, bringing your kids into business, including me. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം. എന്തായിരുന്നു ആ ഒരു ഫസ്റ്റ് ഫീലിംഗ്? യുനോ, ഇപ്പോൾ പാർട്ട്നേഴ്സ് ഇല്ല, ഇൻവെസ്റ്റേഴ്സ് ഇല്ല എന്നുള്ള കാര്യങ്ങളും ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു കംപ്ലീറ്റ്ലി ബൂട്ട് സ്ട്രാപ്ഡ് ആയിട്ടുള്ളൊരു വെഞ്ചറാണ്. അപ്പോൾ സ്വന്തം മക്കളെ ഇതുപോലെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയായിരുന്നു ആ ഇനിഷ്യൽ സമയത്തെ ഫീലിങ്സ് ആൻഡ് ഡിഡ് ഇറ്റ് ടേൺ ഔട്ട് വെൽ? പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 20 to 25 ഏജ് ഒക്കെ ആയപ്പോഴാണ് കുട്ടികൾക്ക് നമ്മൾ ഡയറക്ടേഴ്സായിട്ട് അവർക്ക് ഒരു പൊസിഷൻ കൊടുത്തത്. ആക്ച്വലി പഠിത്തം കഴിഞ്ഞ് അവരുടെ ജോലിക്ക് തന്നെ പോകണം എന്നുള്ള തീരുമാനം പറഞ്ഞപ്പോൾ അങ്ങനെ വിട്ടു. പിന്നീട് സ്വന്തം ഇഷ്ടപ്രകാരം കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ അവരുടെ ഇഷ്ടപ്രകാരമാണ് നമ്മളുടെ കൂടെ നിൽക്കണത്. ഇതിൽ എനിക്ക് ഒരു സ്ഥാപനം അതിൻ്റെ ലെഗസി കീപ്പ് ചെയ്യാൻ അവരിലൂടെ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷനിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ജേണി ലോങ് ടേം ആയിട്ട് നിൽക്കാനുള്ള ഒരു ഗ്രൗണ്ട് വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അറ്റ് ദ സെയിം ടൈം അഗൈൻ ഈ സിമിലർ ലൈൻസ് ചോദിക്കുകയാണെങ്കിൽ, വെൻ യു സീ യുവർ കിഡ്സ് ഇൻ ബിസിനസ്, ഓക്കെ, ആസ് എ മദർ ആൻഡ് ആസ് എ ബിസിനസ് ലീഡർ, എങ്ങനെയാണ് ആ ഒരു ഫൈൻ ലൈൻ കീപ്പ് ചെയ്യുന്നത്? ഇതിലൊരു പ്രശ്നം പറയുകയാണെങ്കിൽ നമുക്ക് ഫാമിലി ടോക്ക്, ബിസിനസ് ടോക്ക് അങ്ങനെ രണ്ടാക്കി കാണാൻ പറ്റില്ല. ഇതിൽ മെയിൻ പ്രശ്നം നമുക്ക് ഒറ്റ മൊബൈൽ നമ്പർ ഉള്ളൂ, പേഴ്സണൽ നമ്പർ ഇല്ല, ഓഫീസ് നമ്പർ ഇല്ല. സംസാരിക്കാനാണെങ്കിൽ സബ്ജക്റ്റ് ഫാമിലി മാറ്റർ ഇല്ല, ബിസിനസ് മാറ്റർ എല്ലാം ഒന്നായിരിക്കും. ഇതാണെങ്കിൽ ഞാനൊരു ഇതായിട്ട് കാണുന്നത്, സ്പെഷ്യലായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും ബിസിനസ് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല, ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല, വീട്ടുകാര്യങ്ങൾ മാത്രമായിട്ടുള്ള ഡിസ്കഷൻ വരുന്നില്ല. കാരണം രണ്ടും ഒന്നാണ്, ഒരു ടീമാണ്. അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ പനിയായിട്ടിരിക്കുകയാണെങ്കിലും പനിയുടെ വിശേഷങ്ങൾ ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഒഫീഷ്യൽ കാര്യങ്ങളും ചോദിക്കും. അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. കറക്റ്റ്. സോ ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്, ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്ട്രാറ്റജി മീറ്റിംഗ്സ് നടന്നിട്ടുള്ളത് ഞങ്ങളുടെ ഡിന്നർ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾസിലായിരിക്കും. അപ്പോൾ അങ്ങനെ അത്രയും അറ്റാച്ച്ഡ് ആണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഞങ്ങളുടെ മീറ്റിങ്സിലൊക്കെ ഞാൻ പറയും ഞങ്ങളുടെ ഒരു തേർഡ് ചൈൽഡാണ് ഫാമിലിയുടെ സ്പാൻ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ എന്ന ഒരു വെഞ്ചർ. സോ അതുകൊണ്ട് തന്നെ ആളെ പറ്റി നമ്മൾ ഏത് നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും ആസ് ജസ്റ്റ് ലൈക്ക് എ ഫാമിലി മെമ്പർ. സോ ഈ സ്റ്റഡിയിങ് എബ്രോഡ് എന്നുള്ളത് എല്ലാവർക്കും ഇത്രയും അഫോർഡബിൾ ആൻഡ് ആക്സസിബിൾ ആകുമ്പോൾ എന്താണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? മുമ്പൊക്കെ നല്ല എന്താണ് അത്യാവശ്യം ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി, ഇപ്പോൾ ഒരു ഏരിയയിൽ നിന്ന് 1-2 സ്റ്റുഡൻസ് മാത്രം പോയിരുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, പുറത്തേക്ക് പഠിക്കാനായിട്ട് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, 1-2 ഫാമിലിയിൽ നിന്ന് മാത്രം പോയിരുന്ന ഒരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ ബാക്കി ഇതുപോലെ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് അത് സാധിക്കാണ്ട് വരുന്നു. അപ്പൊ അവര് നോക്കുമ്പോൾ നാട്ടില് എബ്രോഡ് പോയി പഠിച്ചു വന്ന ആൾക്കാർ അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്തു വന്ന ആൾക്കാർ മാത്രം നന്നായി സെറ്റിലാവുന്നു. അപ്പം നാട്ടിൽ മാത്രം ജോലി ചെയ്ത് ഒരു ചെറിയ സാലറിയിൽ പോകുന്നവർ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഫിനാൻഷ്യലി ഗ്രോത്ത് കാണിക്കുന്നില്ല. ആ സിറ്റുവേഷനിൽ നമുക്ക് ചിലപ്പോൾ സാധാരണക്കാർക്ക് അതൊരു ഡ്രീം മാത്രമായിട്ട് അവശേഷിക്കുന്നുണ്ടാവും. കാരണം കുറച്ചു പേർക്ക് പറ്റും, കുറച്ചു പേർക്ക് പറ്റില്ല, അവരൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആകെ മാറി. നാട്ടില് ഇപ്പം നമ്മുടെ നാട്ടില് ഏത് വീട്ടിലുള്ള ഒരു കുട്ടി ഹയർ എഡ്യൂക്കേഷൻ ഡ്രീം ഉണ്ടെങ്കിലും നമുക്കത് സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റും. അവരുടെ ഏതൊരു സാധാരണക്കാരൻ്റെ വീട്ടിൽ നിന്നും നമുക്ക് അവരുടെ സ്വപ്നങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഏതൊരു ബഡ്ജറ്റിൽ. ആ ഒരു എന്താ പറയുക, ഒരു 10% മാത്രം പോയിരുന്ന ഒരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന, ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യെസോ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു നാട്ടിൽ നിന്ന് 1-2 പേർ എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും മിനിമം എന്നുള്ളൊരു ട്രെൻഡായി കറൻ്റ്ലി, അല്ലേ? സോ ഈ സ്കോളർഷിപ്സിൻ്റെ ഇമ്പോർട്ടൻസും കൂടി ഒന്ന് പറഞ്ഞുതരാമോ? കാരണം ഒരുപാട് പേർക്ക് ഇപ്പോഴും അതൊരു ഭയങ്കര വലിയൊരു മിത്താണ്. അതായത് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടൂ എന്ന് വിചാരിച്ചിരിക്കുന്നവർ. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? നമ്മൾക്ക് പ്രൊഫൈല് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഏതൊരു മാർക്കുള്ളവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പ് പ്രോഗ്രാംസ് തന്നെ കൊടുക്കാൻ പറ്റും. അത്
ഓരോ പ്രൊഫൈലിനും അനുസരിച്ച് നമ്മൾ പ്രോഗ്രാംസ് നമ്മുടെ എക്സ്പേർട്സ് സജസ്റ്റ് ചെയ്യുന്നത് വെച്ച് നിങ്ങൾക്ക് അവിടെ എത്തിക്കാനുള്ള അഡ്മിഷൻ കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റീസും നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ മാർക്ക് ബേസ്ഡ് മാത്രമല്ല അവിടെ സീറ്റ് കിട്ടുന്നത്. അപ്പോൾ മാർക്ക് ബേസിൽ കിട്ടുന്ന ക്രൈറ്റീരിയ വെച്ചത് കിട്ടുന്ന അഡ്മിഷൻസ് ഉണ്ടാവും. അത് വിത്തൗട്ട് മാർക്ക് നമുക്ക് സീറ്റ് അവൈലബിലിറ്റിയും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്ത് അനലൈസ് ചെയ്ത് നമ്മളുടെ എക്സ്പീരിയൻസിൽ കിട്ടുന്ന യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്ത് ആ നിലയ്ക്ക് നമ്മൾ അങ്ങനെ ആ അഡ്മിഷൻ എടുക്കും. അത് 100% ഗ്യാരണ്ടീഡ് ആയിട്ട് ചെയ്തു കൊടുക്കും. ഒരുവിധം അത് എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളും ഇപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 വർഷം മുന്നേ 100% സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ ഡൗട്ട് അടിച്ച് നിൽക്കുമായിരുന്നു. 80% എബോവ് മാർക്ക് വേണ്ടേന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പോയി ആ റെഫറൻസിലൊക്കെ വരുന്നവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ 60 ബിലോ ആയാലും ഞങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കുമോ എന്ന് ചോദിച്ച് വരുന്നവരുണ്ട്. സോ ആസ് എ കമ്പനി, ആസ് എ വിഷണറി, വെർ ഡു യു സീ സ്പാൻ ഇന്റർനാഷണൽ ഇൻ ദ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ്, അല്ലെങ്കിൽ ഒരു 5 ഇയേഴ്സിൻ്റെ ഒരു ജേർണി? എന്താണ് മാമിൻ്റെ ഒരു ആഗ്രഹം ഓർ വിഷൻ? എൻ്റെ ഒരു ലോങ് ടൈം വിഷൻ പറയുകയാണെങ്കിൽ നമ്മളൊരു ടീം ഇപ്പോൾ ഒരു 40+ ആയി നിൽക്കുകയാണ്. അതൊരു 100+ ആക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു മിഷനായിട്ട് പറയാനുള്ളത്. ആൻഡ് ഒരു ഓൾ വിമൻ ടീമായിട്ട് സ്പാൻ ഇസ് ഗ്രോയിങ്. അതിന് പിന്നിൽ എന്തെങ്കിലും സീക്രറ്റ്സ് ഉണ്ടോ? നമ്മൾ വിമൺസ് ഓൺലി എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് തുടങ്ങിയതൊന്നുമല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ്. പിന്നെ ഹയറിങ് നമുക്ക് കുറച്ചും കൂടെ ഈസി ആക്കാൻ പറ്റുന്നുണ്ട് വിമൺ ടീമിന് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും ലാസ്റ്റ് സെലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ അത് പാരന്റ്ലി ആയി പോകുന്നതാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരു അത്രയും ഫാമിലീസിനെ സെറ്റിലാക്കാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ സെറ്റിലായി ഒരു ഫാമിലി മുന്നോട്ട് പോണത്, അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന അത്രയും വിമൻസ് ടീമിനെയും നമുക്ക് അതുപോലെ സെറ്റിലാക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ലോങ് ടൈം വിഷൻ വരുന്നത്. അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ടീമിനെ നമ്മൾ എങ്ങനെ അവരെ ഒരു സെറ്റിൽമെന്റ് ലൈഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, ഗ്രോയിങ് ടുഗദർ. അതായത് നമ്മൾക്ക് എങ്ങനെയാണോ ഗ്രോത്ത് ഉണ്ടാക്കുന്നത് അതിലൂടെ തന്നെ അവരെയും നമ്മൾ എങ്ങനെ സെറ്റിലാക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ആംഗിൾ നോക്കിയാൽ എന്ത് തരം ഇമ്പാക്റ്റ് ആണ് സ്പാൻ ഇന്റർനാഷണൽ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായിട്ട്, ഇപ്പോൾ ഒരു അഡ്മിഷൻ്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായിട്ട് ഏതൊരു ബഡ്ജറ്റിലുള്ളവർക്കും അഡ്മിഷൻ കിട്ടാവുന്ന രീതിയിലുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനും പറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മളത് മുന്നോട്ട് ചിന്തിക്കുന്നത്. ഓക്കെ, സോ സ്റ്റഡിയിങ് അബ്രോഡ് ഫോർ എവ്രി വൺ. യെസ്. സോ ആസ് വി കം ടു ദി എൻഡ് ഓഫ് ദി എപ്പിസോഡ്, ഒരു ഫൈനൽ മെസ്സേജ് ടു എ ഫ്യൂ സെറ്റ് ഓഫ് പീപ്പിൾ. അതായത് ഫസ്റ്റ് വിൽ ബി ടു ദ പേരൻസ് ഹു ആർ വാച്ചിങ് ദിസ്. അവരുടെ മക്കളെ അബ്രോഡ് പഠിക്കാനായിട്ട് വിടുന്നതിന് മുന്നേ അവർക്ക് കൊടുക്കാനുള്ളൊരു ഓണസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് എന്തായിരിക്കും? നമ്മൾക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന നിങ്ങൾക്കൊരു 100% ഒരു ഗൈഡൻസ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടും സിൻസിയറായിട്ടുമുള്ളൊരു ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ധൈര്യമായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാം എന്നുള്ള ഒരു വാക്കാണ് എനിക്ക് പറയാൻ പറ്റുക. അതുപോലെ ഫോർ ദ സ്റ്റുഡൻസ് ഹു സ്റ്റിൽ ഫീൽ എനിക്ക് ഈ ഒരു സ്റ്റഡിയിങ് അബ്രോഡൊന്നും നടക്കാൻ സാധ്യതയില്ല, ബിക്കോസ് എനിക്കിത്ര ബഡ്ജറ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്കിതൊന്നും കിട്ടില്ല, അവരോട് എന്തായിരിക്കും പറയാനുണ്ടാവുക? സ്റ്റുഡൻസ് ധൈര്യമായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, നിങ്ങളുടെ നീഡ് പറയുക, നിങ്ങളുടെ ബഡ്ജറ്റ് പറയുക, നിങ്ങളുടെ പ്രിഫറൻസ്, കോഴ്സ് പ്രിഫറൻസ്, കൺട്രി പ്രിഫറൻസ് എല്ലാം നമ്മൾ അറിയിക്കുക. നമ്മളതനുസരിച്ചിട്ടുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള എല്ലാ നമ്മളുടെ അറേഞ്ച്മെൻറ്റ്സും റെഡിയാണ് ഇവിടെ. അപ്പോൾ ധൈര്യമായിട്ട് സ്റ്റുഡൻസിനും പാരൻസിനും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ടു ഓൾ ദ വിമൻ ഹൂ ആർ സ്റ്റിൽ അഫ്രേഡ് ടു സ്റ്റാർട്ട് എ ന്യൂ വെഞ്ചർ, അല്ലെങ്കിൽ ഒരു കരിയർ ഷിഫ്റ്റ്, അല്ലെങ്കിൽ ഒരു ന്യൂ ഡിസിഷൻ ഇൻ ദ ലൈഫ്, എന്താണ് അവരോട് പറയാനുള്ളത്? അഡ്വൈസായിട്ടല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ആരും വീട്ടിലൊരു വീട്ടമ്മമാരായിട്ട് ഒതുങ്ങി കൂടരുതെന്നാണ് ഞാൻ പറയാം. കാരണം നമുക്കെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയി അത് സക്സസ് ആവണമെന്നില്ല. നമ്മൾ ഡൗൺ ആവാതെ നമ്മൾ പിന്നെയും ഇരട്ടി ശക്തിയോടുകൂടി തിരിച്ചു വന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളുടെ പൊട്ടൻഷ്യൽ ഒരു ദിവസം പുറത്തു വരും. നല്ല രീതിയിൽ കാര്യങ്ങൾ
നമുക്ക് സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പം അങ്ങനെ വീട്ടിലൊതുങ്ങിക്കൂടി ഇരിക്കേണ്ടവരല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. With that, we come to the end of this beautiful episode. ഒരുപാട് പെർസ്പെക്റ്റീവാണ് ഇന്ന് എനിക്ക് മനസ്സിലായത് ഇൻ ടേംസ് ഓഫ് ലീഡർഷിപ്പ്, ദ വിഷൻ, ഹർ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ്. ആൻഡ് I'm still feeling that you didn't just build a business, you build it for a real purpose. അതായത് studying abroad for everyone, for a common man. So thank you so much for your time and all the valuable lessons. I'm sure നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഇൻസൈറ്റ് ബിഹൈൻഡ് സ്റ്റാർട്ടിങ് സ്പാൻ ഇൻ്റർനാഷണൽ ആസ് a venture, as a career plan for a homemaker, but now eventually turned into an empire which is empowering so many women out there in their careers and is supporting the dreams of thousands of students to study abroad in the most affordable manner. So thank you so much, Smita ma'am, for your valuable lessons. So നമുക്ക് ഇനിയും ഇതുപോലെ കൂടുതൽ അൺഫിൽറ്റേഡ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. So until then, take care. This is Study Abroad Unfiltered with Keerthana. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഓർ എൻക്വയറീസ് ഉണ്ടെങ്കിൽ please do get in touch with us in our Instagram channel as well as the form given in the description box. I will see you in the next episode. So ma'am, ഒരു ബൈ പറഞ്ഞാലോ to the audience? താങ്ക് യു കീർത്തന. എനിക്കിത് ഒരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വന്തം മോള് തന്നെ ഇൻ്റർവ്യൂ എടുക്കുക എന്നുള്ളത് കമ്പനിയുടെ, അത് 18 കൊല്ലം പിറകിലേക്ക് പോയപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് പോലില്ലാത്ത കാര്യങ്ങളാണെന്ന് സംഭവിച്ചത്. എല്ലാം നന്നായി വരട്ടെ. താങ്ക് യു കീർത്തന. Thank you so much everyone for watching this until now. I hope it was just insightful as I felt. Hope to see you all in the next episode. So don't forget to subscribe for all the updates. Until the next one, see you there. Bye-bye.